പുസ്തകം 15-ാം അധ്യായം. മോശെയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവൻ്റെ നാമം. ഫറവോൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവൻ്റെ രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവയെ, നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവയെ, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു. നീ നിന്റെ ക്രോധം അയക്കുന്നു, അത് അവരെ താളടിയെപ്പോലെ ദഹിപ്പിക്കുന്നു. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറപോലെ നിന്നു, ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി, നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ജാതികൾ കേട്ടു നടുങ്ങുന്നു, ഫെലിസ്തീൻ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ഏദോമെ, പ്രഭുക്കന്മാർ ഭ്രമിച്ചു. മോവാബെ, മുമ്പന്മാർക്ക് കമ്പം പിടിച്ചു. കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിൻഭുജ മഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവേ, നിന്റെ ജനം കടന്നു, നീ സമ്പാദിച്ച ജനം കടന്നുപോയി. നീ അവരെ കൊണ്ടുചെന്ന് നിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത്, യഹോവേ, നിന്നവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ, തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ. യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. എന്നാൽ ഫറവോൻ്റെ കുതിര അവൻ്റെ രഥവും കുതിരപ്പടയുമായി കടലിൻ്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി. ഇസ്രായേൽ മക്കളോ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോന്നു. അഹരോൻ്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിനു മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞു മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്കു നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ, ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ ഏലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി.